പ്രിയമുള്ളവരെ, അനാഥത്വത്തിൻ്റെ കയ്പുനീര് കുടിക്കുന്നവരുണ്ടെങ്കിൽ അവരറിയേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു അനാഥനായിരുന്നു. പട്ടിണി മൂലം പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരറിയേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പട്ടിണി കിടന്നിട്ടുണ്ട്. ഇന്ന് വയറ് നിറച്ച് കഴിച്ചാൽ നാളെ പട്ടിണിയായിരിക്കും. മിക്കവാറും വീട്ടിൽ അടുപ്പ് പുകയാറുണ്ടായിരുന്നില്ല. ഉറ്റവരുടെ മരണം കാരണം പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരറിയേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ ഏറ്റവും ഉറ്റവരായ ആദ്യ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, അതുപോലെ അബൂ ത്വാലിബ് പിതൃവ്യൻ, ഇവർ രണ്ടുപേരും ഒരു വർഷം മരണപ്പെട്ടു പോകുമ്പോൾ നബിയുടെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെ വർഷമെന്നാണ് അതറിയപ്പെട്ടത്. മക്കളുടെ മരണം മൂലം പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരറിയേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിന് 4 പെൺമക്കളും 3 ആൺമക്കളുമായിരുന്നു. അതിൽ 6 പേരും മരണപ്പെട്ടു. ഫാത്തിമ ബീവി മാത്രമാണ് നബി മരണപ്പെടുമ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഫാത്തിമ ബീവിയും നബിയുടെ മരണശേഷം 6 മാസത്തിന് ശേഷം മരണപ്പെട്ടു. അപമാനം, അവഹേളനമൊക്കെ ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ വളരെയധികം അപമാനിക്കപ്പെടുകയും അവഹേളനത്തിനിരയാവുകയും ചെയ്തിട്ടുണ്ട്. തായിഫിലേക്ക് പോയപ്പോൾ കുട്ടികളെ കൊണ്ട് ഭ്രാന്തനെന്ന് വിളിപ്പിച്ച് കല്ലെറിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ. ആരാധനാകർമ്മങ്ങൾ പ്രയാസമായി തോന്നുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂല് നിസ്കരിച്ച് കാലിൽ നീര് വന്ന് വീർത്ത് കെട്ടി പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ശത്രുക്കളുണ്ടായിരിക്കെ, ഒരുപാട് ദ്രോഹിച്ചവരുണ്ടായിരിക്കെ അവർക്ക് എങ്ങനെ ഞാൻ മാപ്പ് കൊടുക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, മക്കയിൽ 13 വർഷം പീഡിപ്പിച്ച ആളുകളുടെ അടുത്തേക്ക് നബി വിജയാശ്രീലാളിതനായിട്ട് ഫത്തുഹ് മക്കയുടെ അന്ന് വന്നപ്പോൾ എല്ലാവർക്കും മാപ്പ് കൊടുത്തിട്ടുണ്ട്. ബാല്യവിവാഹം, ചെറുപ്പത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചാൽ അവൾ വളരെയേറെ പ്രയാസപ്പെടും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ആയിഷ ബീവിയെ നബി വളരെ ചെറുപ്പത്തിലാണ് വിവാഹം കഴിച്ചത്. ആയിഷ ബീവിക്ക് ഒരു പരാതിയും ഉണ്ടാക്കാത്ത വിധത്തിൽ ആയിഷ ബീവി നബി എങ്ങനെയാണോ ജീവിച്ചത് അത് മുഴുവൻ ഒപ്പിയെടുത്ത് ചുറ്റുമുള്ളവർക്ക് അറിവായിട്ട് കൈമാറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നബി ആ വിഷയത്തിലും വളരെയധികം മാതൃകയായിരുന്നു.